അപ്പോൾ എന്തായാലും സമ്മറൊക്കെ തീരാൻ പോലെ, അപ്പോൾ അതിന് മുന്നേ ഒന്നുകൂടി ബീച്ചിൽ പോകാമെന്ന് വെച്ചു. ലാസ്റ്റ് ടൈം പോയത് ഗ്രാൻഡ് ബൻ എന്ന് പറഞ്ഞ ബീച്ചിലാണ്. ഇപ്പം ഇന്ന് പോകുന്നത് പോർട്ട് സ്റ്റാൻഡിൽ എന്ന് പറഞ്ഞാൽ അതിവിടെ അടുത്ത് തന്നെയുള്ള ബീച്ച്. അപ്പം 45 മിനിറ്റ്സ് ഡ്രൈവേ ഉള്ളൂ. അപ്പം ഭയങ്കര വിശപ്പ്, രാവിലെ ഒന്നും കഴിച്ചില്ല. അപ്പം ഈ മെക്ഡിൻ്റെ കോംബോ ഓഫർ ഉണ്ടായിരുന്നു. ബിഗ് മാക്കും ഒരു ഫ്രൈസും ഒരു സ്പ്രൈറ്റും എല്ലാം കൂടി ആയിട്ട് അത് കഴിക്കുകയാണ്. എൻ്റെ തല ഇറങ്ങിപ്പോയി കഴിക്കാതിരുന്നിട്ട്. ഇപ്പം കഴിച്ച ഭയങ്കര ആശ്വാസം. അപ്പം നമുക്ക് പോവാം. ഇനി ഇത് 39 മിനിറ്റ് കൂടി ഉള്ളൂ കേട്ടോ. ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ ടൗണൊക്കെ മാറിയിട്ട് ഒരു കൺട്രി സൈഡിലോട്ട് എത്തി. കൺട്രി സൈഡ്സൊക്കെ ഇനി ഫോളൊന്നും ഭയങ്കര രസമായിരിക്കും. ഈ പറയുന്ന മരങ്ങളെല്ലാം ഇപ്പൊ തന്നെ ചെറിയൊരു മഞ്ഞായിട്ടുണ്ട്. ഇനി അതൊക്കെ ചുമലയും പല 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 കളറുകളാവും. അത് ഇവിടുത്തെ കുറെ വീടുകളൊക്കെ ഞാൻ കാണിച്ചു തരാം. എന്താ കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇത് നോക്കിയാൽ അവിടെ ഒരു വലിയ പാലമുണ്ട്. ആ പാലം എനിക്ക് തോന്നുന്നു പഴയ റെയിൽവേ ട്രാക്ക് വല്ലതാണോ അങ്ങനെ എന്തോ തോന്നുന്നു. അയ്യോ, എന്തോ പ്രത്യേകത ഒരു പാലം. അതെ, അവിടെ ചെറിയ പെയിന്റിങ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഒരു കൺട്രി സൈഡിലൂടെയുള്ള യാത്രയാണ്. ഇനി നമുക്ക് ഏകദേശം 30 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പോർട്ട് സ്റ്റാൻഡിൽ എത്തും. പോർട്ട് സ്റ്റാൻലി അവിടെ ഒരു വണ്ടിക്ക് അതൊരു ഈച്ച കയറിയിട്ടുണ്ട്. പോർട്ട് സ്റ്റാൻലി ഞാൻ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ആദ്യം പോയത് ഞാൻ പോർട്ട് സ്റ്റാൻലിയിലായിരുന്നു. അവിടെ അങ്ങനെ ഇറങ്ങാൻ പറ്റിയ ഒരു ബീച്ച് അല്ലായിരുന്നു അന്ന് പോയപ്പോൾ. ഫുള്ള് കല്ലുകളൊക്കെ ഇട്ടിട്ടുള്ള അങ്ങനത്തെ ഒരു ബീച്ചായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അവിടുത്തെ എന്തോ ഒരു കൊച്ച് മരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞ വർഷം. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പോയില്ല. അത് കുറച്ച് ഡേഞ്ചറാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വേറെ ബീച്ചിലൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പം ഒരുപാട് നാൾ കൂടിയായി ഇനി പോർട്ട് സ്റ്റാൻലിയിൽ പോകുന്നത്. അപ്പോൾ ആ പോർട്ട് സ്റ്റാൻഡിൽ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അവിടെ എന്തായാലും എൻ്റെ ഓർമ്മ ശരിയല്ല, ഒരു നടപ്പാലം പോലെ ഇങ്ങനെ ഉണ്ട് നമ്മൾ ഉള്ളിലോട്ട്. അത് ഭയങ്കര ഭംഗിയായിരുന്നു. നമുക്ക് അതൊക്കെ കൊണ്ട് കാണിച്ചു തരാം കേട്ടോ. നല്ല വഴിയാണ്. ഡ്രൈവ് ഒരു കാപ്പിയും കൂടി ഉണ്ടായിരുന്നത് നല്ലതെന്ന് തോന്നുന്നു. ഒരു കാപ്പിയൊക്കെ കുടിച്ച് ഇങ്ങനെ പോകാൻ പറ്റിയ, ഡ്രൈവിന് പോകാൻ പറ്റിയ വഴിയാണ് കേട്ടോ. രണ്ട് സൈഡിലും മരവും അങ്ങനെയൊക്കെ ആയിട്ട്. നമ്മുടെ നാട്ടിൽ എൻ്റെ വീട് കോട്ടയത്താണ്. അപ്പോൾ കോട്ടയത്ത് എപ്പോഴും ഇങ്ങനെയാണല്ലോ, രണ്ട് സൈഡിലും മരവും എപ്പോഴും കാടും അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഉണ്ട് ഇവിടെ. വലിയ കാടില്ല, ഇവിടെ ചെറിയൊരു കാടൊക്കെ. ഇവിടുത്തെ മരങ്ങളെല്ലാം ഏകദേശം ഒരുപോലെ ആയിരിക്കുന്നത്. അപ്പോൾ ഇത് എന്തോ ഈച്ച ഭയങ്കര കഷ്ടമാണ് കേട്ടോ. നിങ്ങൾ കാനഡയിലെ സിമെട്രി കണ്ടിട്ടുണ്ടോ? ഇതാണ് ഇവിടുത്തെ സിമെറ്റേരി. എനിക്കറിയില്ല എല്ലാവരെയും ഇങ്ങനെ സിമെട്രിയിലാണ് നടക്കണമെന്ന് എനിക്കറിയില്ല. ആണോടാ? അങ്ങനെ തോന്നുന്നു. എനിക്ക് അവിടെ മരിച്ചാരെ അറിയത്തില്ല. എനിക്കിവിടെ മരിച്ചാരെ അറിയത്തില്ലെന്ന് ഞാൻ പറഞ്ഞത്. വേണ്ട, നമ്മള് ഇവിടെ ഇത് ഉണ്ട്, ചെറിയ ബോട്ടിങ്ങിൻ്റെ ഒക്കെ സ്ഥലം പോലെ ഒരു പേര് പോർട്ട്, ചെറിയൊരു പോർട്ടുണ്ട്. നമ്മൾ ഏകദേശം എത്തി. ഇനി 1 മിനിറ്റ് കൂടി ഉള്ളൂ. നമ്മളിവിടുന്ന് റൈറ്റ് എടുക്കുവാണ്. അവിടെ ചെറിയൊരു ബ്രിഡ്ജൊക്കെ ഉണ്ട്. ആ ബ്രിഡ്ജിൽ കഴിഞ്ഞിട്ട് പോകുന്നതാണ് പോർട്ട് സ്റ്റാൻഡ്. ഈ സ്ഥലത്ത് ഇവിടെയൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി നമ്മൾ വേറൊരു രാജ്യത്ത് എന്ന ഫീലാണ്. ഇപ്പം ലണ്ടനിൽ നമുക്ക് ഇപ്പം അവിടെ നിന്നായിരിക്കും ഒരു വേറെ രാജ്യം എന്നൊരു ഫീൽ വരുന്നില്ല. പക്ഷെ ഇവിടെ ഇപ്പോൾ എത്തുമ്പോൾ നമുക്ക് അവിടുത്തെ ഒരു രീതി കുറെ കൂടി കനേഡിയൻസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെയൊക്കെ. ഇത് നമ്മളൊന്ന് ഗ്രാൻഡ് ബണ്ടാണോ? അതുപോലെ തന്നെ ഇരിക്കുന്നു പാർക്കിങ്ങൊക്കെ. നമ്മൾ പാർക്കിങ്ങിൽ പോവാണ്. ഇത് പെയ്ഡ് പാർക്കിംഗ് ആണോ? എന്നാൽ നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാം. അങ്ങനെ നമ്മൾ പോർട്ട് സ്റ്റാൻഡിൽ എത്തി. ഇതേ അങ്ങോട്ട് നമ്മൾ ബീച്ചിലോട്ട് പോവാം. കാറ് പാർക്ക് ചെയ്തു.
അപ്പോൾ കയ്യിലിതേ ഒരു കവറുണ്ട്. ആ കവറിൽ സൺസ്ക്രീൻ ഉണ്ട്, സൺഗ്ലാസ് ഉണ്ട്, ഫോണുണ്ട്, പിന്നെ കീ ഉണ്ട്, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്. ഞങ്ങൾ ചോദിച്ചു ബീച്ചിൽ പോയിരുന്ന് കഴിക്കാമെന്ന്. പിന്നെ ഞങ്ങൾ 2 ചെയറൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ജ്യൂസ് ഉണ്ട്. അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് ബീച്ചിൽ പോവാം. ഇവിടെ എന്തോ ഈ കടന്നല്ലോ ഈച്ച. അങ്ങോട്ട് നോക്കിയാൽ ലക്ഷക്കണക്കിന് പ്രാവുകൾ. അവിടെ പോയി മറ്റേ ഓടി വീഡിയോ എടുത്താലോ? സ്ലോ മോഷന് ആൾക്കാർ ഓടിക്കുമോ? ഇവിടെ ഇങ്ങനെ ബീച്ചിൽ കാർപ്പറ്റ് പോലെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാലയിൽ മണ്ണൊന്നും പറ്റാതെ നേരെ റാമ്പ് പോലെ നേരെ ബീച്ചിലോട്ട് നമുക്ക് നടന്നു പോവാം. നേരെ അതുപോലെ കയറിയും വരാം. അത് കൊള്ളാം അല്ലേ? അങ്ങനെ ബീച്ചെത്തി. ഇത് ശരിക്കും ബീച്ചെന്ന് പറയാൻ പറ്റില്ല. കാനഡയിൽ ശരിക്കും ബീച്ചില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. ഇതൊക്കെ ലേക്കാണ് ശരിക്കും. അപ്പം പക്ഷേ ഇവിടെ എല്ലാവരും ബീച്ചെന്നാണ് നമ്മളിതിനെ പറയുന്നത്. പക്ഷേ ഇത് ആക്ച്വൽ മറ്റേ സോൾട്ട് വാട്ടർ ഉള്ള ബീച്ചല്ല, കടലല്ല ശരിക്കും. നേരത്തെ വാങ്ങിയ സ്പ്രൈറ്റൊക്കെ ഉണ്ട്. ഇതൊക്കെ കുടിച്ചിട്ട് സൺസെറ്റൊക്കെ നമുക്ക് ഇവിടെ നിന്ന് എൻജോയ് ചെയ്യാം. അവിടെ ആ പറഞ്ഞ മറ്റേ നടപ്പാലം ഉള്ളത് ഇതുണ്ട്. ഇത് പ്രാവല്ല, ഇത് ഇവിടുത്തെ ഒരു പക്ഷിയാണ്. ഈ പക്ഷിയാ അവിടെ ഫുള്ള്. നിങ്ങൾ ആ കാണുന്നുണ്ടോ? അത് അവിടെ ഫുള്ള് ആ പക്ഷിയാണ്. നമ്മളിപ്പോൾ കണ്ട പക്ഷിയുടെ ആൾക്കാരാണ് അവിടെ ഉള്ളതല്ല. ഇതിപ്പോൾ കണ്ട പക്ഷി ഇത് നമ്മൾ നോക്കുന്നുണ്ട്. ശരിക്കും ഇന്ന് ബീച്ച് വന്നത് ശരിക്കും ബീച്ച് കാണാമെന്നുള്ള ഉദ്ദേശത്തിലല്ല. ഞങ്ങളൊരു കസേര വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഫോൾഡബിൾ ആയിട്ടുള്ള ചെയർ. അപ്പോൾ അതൊക്കെ കൊണ്ട് വിൻ്ററിൽ എന്തായാലും ഇട്ടിട്ട് എവിടെ ഇരിക്കൽ നടക്കത്തില്ല. വീട്ടിൽ തന്നെ ഇരിക്കലേ നടക്കത്തുള്ളൂ വിൻ്ററിൽ. അപ്പോൾ വിൻ്റർ ആവുന്നതിന് മുന്നേ അത് എവിടെയെങ്കിലും ഒന്ന് ഇട്ടിട്ട് ഇരിക്കണമെന്നുണ്ടോ ഞങ്ങൾക്ക്. ആ കസേര ഒന്ന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് ആ കസേര. അപ്പോൾ നമുക്ക് ഇതേ ഇരുന്നിട്ട് നമുക്കിങ്ങനെ സൺസെറ്റും ബീച്ചും ഒക്കെ കണ്ടിവിടെ ഇരിക്കാം. അങ്ങനെ നമുക്ക് കസേരയിലിരിക്കാം. കാല് പൊക്കി വെക്കാൻ പറ്റത്തില്ല. അയ്യോ ഇതൊക്കെ കുറെ പക്ഷികൾ വന്നു. സീനാട്ടോ. നമ്മുടെ അടുത്തോട്ടോ നമ്മുടെ ബാഗ് കൊണ്ട് പോകും. ഇത് ഈ കസേരയ്ക്ക് ഇവിടെ ഇങ്ങനെ ജ്യൂസൊക്കെ വെക്കാനുള്ള കൗണ്ടറൊക്കെ ഉണ്ട് കേട്ടോ. ഹായ്, എന്നാ വേണ്ടേ? ഫ്രൈസ് വേണോ? ഓക്കെ, ഫ്രൈസ് തരാം. ഒരു ഫ്രൈസേ തരത്തുള്ളൂ, ഞങ്ങൾക്ക് ഇച്ചിരി ഉള്ളൂ. എന്നാ ഫ്രൈസ്. ബൈ. അയ്യോ, ഫ്രണ്ട്സിനെ ഒന്നും വിളിച്ചോണ്ട് വരില്ലേ? ഗൈസ്, നമ്മൾ ചെറുതായിട്ട് പെട്ടു. ഇത് ആ പോയ പക്ഷി അതിൻ്റെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ചുറ്റും പക്ഷികളാണ്. അതൊക്കെ ചോദിച്ച് വാങ്ങും. ഇവിടെയൊക്കെ ആൾക്കാരാണ്. നോക്കി, ഇവിടെ മുട്ട ഇട്ടു. പാളി ഇനിയില്ല, തീർന്നു. കുച്ച് നഹി. ഇവിടെ കലവിലയാ. കഴിഞ്ഞു. ഇനി ഒന്നുമില്ല. ഇനി ടിഷ്യൂ മാത്രമേ ഉള്ളൂ ബാക്കി. ഇനി പോയിട്ട് അടുത്ത ആഴ്ച വാ കേട്ടോ. ബൈ. പൊക്കോ. ഇവിടെ ഇച്ചിരി തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുക.
ചെറിയൊരു പ്രശ്നമുണ്ട്. സൺസെറ്റ് ആ സൈഡിലായിരുന്നു. ഇരുന്ന് വന്നപ്പോൾ ഇങ്ങനെ ആയിപ്പോയി, അങ്ങോട്ട് നോക്കിയായിപ്പോയി. അതുകൊണ്ട് സാരമില്ല, ഞാൻ സൺസെറ്റ് ഇടയ്ക്ക് ഇങ്ങനെ നോക്കി കണ്ടോ. ഒരു കാപ്പിയുടെ കുറവുണ്ടായിരുന്നല്ലേ. രണ്ട് ഫോട്ടോസ് എടുക്കാം. ഇതുണ്ട്, ഇപ്പോൾ ഗോൾഡൻ അവറാണ്. അപ്പോൾ ഈ ഗോൾഡൻ അവറിലൊക്കെ ഫോട്ടോ എടുത്തില്ലല്ലോ എങ്ങനെയല്ലേ. നമുക്ക് പോയി ഫോട്ടോ എടുക്കാം. ഇവിടെ ഇങ്ങനെ ചെറിയ ഒരു പാർക്ക് പോലെയൊക്കെ ആട്ടോ. ഒരു സൈഡിൽ നമുക്ക് അവിടെ ബെഞ്ചൊക്കെ ഉണ്ട്, ഫുഡൊക്കെ കഴിക്കാം. ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് നോക്കാം. ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. എന്നിട്ട് നമുക്ക് അവിടുന്ന് ആ കടലിലെ നടപ്പാതയിലോട്ട് പോവാം. സൺസെറ്റ് കഴിഞ്ഞു. അങ്ങോട്ട് നോക്കി സൺസെറ്റ് കഴിഞ്ഞ് കാണാവേ. നമുക്ക് ഇനി സ്ട്രെയിറ്റ് പോയി നോക്കാം. സ്ഥലമാണ് ഇത്. അവിടെ ഞാൻ ഇത് വീണ്ടും ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും വന്നു. എനിക്ക് ഇവിടെ രണ്ട് സൈഡിലും ഭയങ്കര തിരയാണ്. ബ്ലൂ വാട്ടറും അങ്ങനെ ഇതിങ്ങനെ ഒരു ഡെഡ് എൻഡ് പോലെ കടലിലോട്ട്. ഞാൻ ഗാൻഡ വന്നിട്ട് ഫസ്റ്റ് വന്ന സ്ഥലമാണ് ഇത്. ഗാൻഡ കഴിഞ്ഞ വർഷം ഇവിടെ വന്നപ്പം ഇതേ തണുപ്പായിരുന്നു. പക്ഷെ അന്ന് എനിക്കത് ഒട്ടും പറ്റത്തില്ലായിരുന്നു. ഞാൻ എന്നിട്ട് കിടുകിടാ വിറച്ച് മറ്റേ സ്റ്റോക്കിങ്സ് ഒക്കെ ഇട്ടാവുന്നത്. അതേ ഞാനിപ്പോൾ ഇതേ ഇങ്ങനത്തെ കുട്ടി ഉടുപ്പൊക്കെ ഇട്ട് ഇവിടെ എത്തി. അതാണ് നമ്മുടെ ബോഡിയൊക്കെ ഇതനുസരിച്ചിട്ട് മാറി. അങ്ങനെ ഞാനൊരു കനേഡിയനായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഹായ്, അടിപൊളി. നേരെ പോയി ഇടിക്കല്ലേ. നല്ല രസമല്ലേ. ഇത് ഇത്രയും ദൂരം നമ്മളിപ്പോൾ വന്നാട്ടോ. ഇത് അവിടെ നിന്ന് ഇവിടെ വരെ വന്ന ഇത് ഈ സ്കൂട്ടർ ഉള്ളതുകൊണ്ട് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയാൽ കാറെടുത്ത് വെച്ചിട്ട് പിന്നെ ഇങ്ങനത്തെ ഈ സ്കൂട്ടറിൽ പോയാൽ പിന്നെ നമുക്ക് ക്ഷീണമൊന്നും വരത്തില്ല. ഇത്രയും ദൂരം നടക്കണ്ട, എല്ലാം കാണുകയും ചെയ്യാം. കുറച്ച് സമയത്തിനുള്ളിൽ എല്ലാം എക്സ്പ്ലോറൊക്കെ ചെയ്യാൻ പറ്റും. നല്ല കാറ്റല്ലേ. ഇതുണ്ടോ, ഇതിങ്ങനെ കിടന്ന് അളകുക. നല്ല ബ്യൂട്ടിഫുൾ സൺസെറ്റ്. അങ്ങനെ സൺസെറ്റൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ ഇപ്പോൾ രാത്രിയാവും. അപ്പോൾ നമുക്ക് പയ്യെ വിട്ടാലോ. എനിക്കൊന്ന് ലണ്ടനിലുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും പോർട്ട് സ്റ്റാൻലി അറിയാം. അതുകൊണ്ട് ഞാൻ പറയണമെന്നില്ലല്ലോ നിങ്ങളോടൊന്ന്. അതായത് പോർട്ട് സ്റ്റാൻലി ഒരാണെങ്കിലും വരണം എന്നൊക്കെ. പക്ഷെ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു തവണയെങ്കിലും പോർട്ട് സ്റ്റാൻലി വരണം എന്നാണ്
ഞാൻ പറയുന്നത്. ഇതുപോലെ ഈവനിങ് അങ്ങനത്തെ ടൈമിലൊക്കെ വന്നാൽ നല്ല സൺസെറ്റൊക്കെ കാണാം, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺസെറ്റാണ്. കുളിക്കുകയും ചെയ്യാം, അതേപോലെ തന്നെ ഇരുന്ന് എൻജോയ് ചെയ്യാനും കുറേ സ്പോട്ടുകളുണ്ട്. ഇപ്പോൾ ഈ പാതയിലൊക്കെ ആണെങ്കിലും ഇവിടെ എല്ലാം ബെഞ്ചുണ്ട്. അതല്ലാതെ ആ പാർക്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ഫുഡൊക്കെ കഴിക്കാനുള്ള ടേബിളൊക്കെ ഉണ്ട്. ഈ സൈഡിൽ നിങ്ങൾക്ക് വെള്ളത്തിൽ നേരെ ഇറങ്ങി കുളിക്കാനും ഒക്കെയുള്ള സൗകര്യമുണ്ട്. അങ്ങനെ എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ സൂക്ഷിക്കണം, എപ്പോഴും സേഫ്റ്റി കൂടി കൺസിഡർ ചെയ്തിട്ട് വെള്ളത്തിലൊക്കെ ഇറങ്ങാവുള്ളൂ. കാരണം കഴിഞ്ഞ വർഷം തന്നെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായതുകൊണ്ട് പറയുന്നതാണ്. എന്നാലും ഇനിയിപ്പോൾ കുറച്ച് നാളുകൂടി ഉള്ളൂ സമ്മർ കഴിഞ്ഞ് വിൻ്ററൊക്കെ ആവാൻ. അപ്പോഴത്തേക്ക് അതിന് മുന്നേ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഒരു തവണയെങ്കിലും വരണേ. അപ്പോൾ നിങ്ങൾ വന്നിട്ടുള്ളവരാണെങ്കിൽ വേറെ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് ഇവിടുന്ന് പയ്യെ പോവാം. ഇതുപോലുള്ള വേറെ വീഡിയോസൊക്കെ ആയിട്ട് അടുത്തൊരു ദിവസം തന്നെ വരാം. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.